കലോത്സവ വേദിയെ വ്യത്യസ്തമാക്കി ഗോത്രകലാരൂപങ്ങൾ. അവസാന ദിനമായ വ്യാഴാഴ്ചയാണ് ഗോത്രകലാരൂപങ്ങളായ മംഗലം കളി, ഇരുളനൃത്തം, പണിയനൃത്തം, മലയപ്പൊലെ ആട്ടം തുടങ്ങിയ മത്സര ഇനങ്ങൾ അരങ്ങേറിയത്. അവസാന ദിനത്തിൽ കലോത്സവ വേദിയിൽ നിന്നും ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ വർഷത്തെ പ്രോഗ്രാംസായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന മംഗലം കളി, അതുപോലെ തന്നെ പണിയനൃത്തം, മലപ്പുലയാട്ടം, ഇരുളനൃത്തം തുടങ്ങിയതായ പ്രോഗ്രാമുകൾ നമ്മുടെ പ്രോഗ്രാം ചാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിനകത്ത് മംഗലം കളിയുടെ പാർട്ടിസിപ്പൻസാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം ഇതിനു മുമ്പ് ഇവർക്ക് എങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളിയായിരിക്കാം ഇവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പരിശീലന സമയങ്ങൾ, ഇവർ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്കാം. നിങ്ങളുടെ പരിശീലനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇവരുടെ അധ്യാപകരുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. അധ്യാപകരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു ഇതായിരുന്നു. നമുക്കറിയാം ഇവർക്ക് ഇതിനു മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഇല്ല, കാരണം ഇവർക്ക് ഇതിൻ്റെ ഡെമോ ആയിട്ട് നോക്കാൻ മറ്റും വീഡിയോകളൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഓരോ ടീമുകളും വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് സ്റ്റേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആരാണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള സപ്പോർട്ട്? ടീച്ചിങ് സ്റ്റാഫ്? ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു, സോണി മിസ്. എക്സ്പീരിയൻസ് നല്ലായിരുന്നു, നന്നായിട്ട് പരിശീലനമൊക്കെ തന്നു. ആദ്യമായിട്ടായിട്ട് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിജയ പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്ക് ഒന്നാം സ്ഥാനം തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കാം. പരിശീലന വേലകളുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. നല്ല ടെൻഷനുണ്ട്. ഇനി എന്നാ ചെയ്യുന്നത്, നമുക്ക് പറ്റുന്ന പോലെ നമ്മളവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമുക്ക് അത്രയും ഒരു അവസരം കിട്ടിയത് ഏറ്റവും നല്ലത്. മിസ്സുമാർ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു? മിസ്സുമാർ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാത്തിനും. നിങ്ങൾ എവിടെ നിന്നാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ, കോസ്റ്റ്യൂമുകളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചത്? എവിടെ നിന്നാണ് ഇതിനെക്കുറിച്ച് ഐഡിയ ലഭിച്ചത്? ടീച്ചർമാർ തന്നെ പറഞ്ഞു അറിഞ്ഞതാണ്.